പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. ശബരിമല തീർത്ഥാടകർക്ക് മണ്ഡലകാലത്തും മകരവിളക്ക് സമയത്തും പമ്പയിൽ വാഹന പാർക്കിംഗ് അനുവദിച്ച് ഹൈക്കോടതി. ഹിൽ ടോപ്പ്, ചെക്കുപാലം 2 എന്നിവിടങ്ങളിലാണ് അനുമതി നൽകിയിരിക്കുന്നത്. അനുമതി നൽകാൻ പാടില്ല എന്ന് കേരള പോലീസും KSRTCയും പറഞ്ഞിരുന്നു. എന്നാൽ ഈ എതിർപ്പ് അവഗണിച്ചാണ് ദേവസ്വം ബെഞ്ച് ഉത്തരവ് ഇറക്കിയത്. വർഷങ്ങൾക്ക് ശേഷമാണ് പമ്പയിൽ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നത്. റോഡിന്റെ ഇരുവശങ്ങളിലും പാർക്ക് ചെയ്യുന്നത് കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആരെങ്കിലും റോഡിന് സമീപം വാഹനം പാർക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കനത്ത പിഴ ഈടാക്കണമെന്നും കൂടാതെ വാഹനം സ്ഥലത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും കോടതി നിർദ്ദേശിച്ചു. അനുമതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന സാഹചര്യത്തിൽ ഇടപെടുമെന്നും ദേവസ്വം ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. പമ്പയിൽ കൂടി പാർക്കിംഗ് അനുവദിച്ചാൽ വലിയ വരുമാന നഷ്ടമുണ്ടാക്കുമെന്നും ഗതാഗത കുരുക്കുണ്ടാകുമെന്നും KSRTC വാദിച്ചിരുന്നു. മുൻപ് നിലയ്ക്കൽ വരെ സ്വന്തം വാഹനത്തിൽ എത്തിയ ശേഷം KSRTC ബസ്സിൽ പമ്പയിലേക്ക് യാത്ര ചെയ്യേണ്ട അവസ്ഥയായിരുന്നു. ഈ അവസ്ഥയിലാണ് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇത് ഭക്തർക്ക് കൂടുതൽ ആശ്വാസം നൽകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.